ഇസ്ലാമി ബന്ധമാണ് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ ചർച്ച. ഇത്തവണ എളമരം കരീം വീണ്ടും രംഗത്ത് വന്നുവെങ്കിലും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ലീഗ്. പക്ഷേ CPM പിന്നോട്ടില്ല. CPM-ന്റെ ആരോപണം MK മുനീർ എതിർത്തത് അച്ചടക്കമുള്ള നേതാവെന്ന നിലയിലാണ്. അങ്ങനെ മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാനാണ് എന്ന് എളമരം കരീം പറഞ്ഞു. ഏതു ചെകുത്താനുമായും കൂട്ടുപിടിക്കുക എന്ന രാഷ്ട്രീയ അവസരവാദമാണ് ലീഗിനെന്നും എളമരം കരീം റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. അദ്ദേഹം അത് ലീഗിന്റെ ഒരു ഡിസിപ്ലിൻഡ് ലീഡർ എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാവാം. ആത്മാർത്ഥമായി ഉള്ളിലുള്ളതാവാനിടയില്ല. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏത് ചെകുത്താനുമായും കൂട്ടുപിടിക്കുക എന്ന രാഷ്ട്രീയ അവസരവാദത്തിന്റെ ഭാഗമായി അവരെടുക്കുന്ന നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ നിലപാട്. മതന്യൂനപക്ഷങ്ങൾ സവിശേഷമായും മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കലാണ് യുക്തിപൂർവമായ നിലപാട്. ആ നിലപാടിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറിയാൽ അത് അവർക്ക് തന്നെ ആപത്താണ്, അവരുടെ അടിത്തറ തകരും. ഇലക്ഷൻ എക്സ്പ്രസിനൊപ്പം ഈ വിവരങ്ങളുടെ വിശദാംശങ്ങളുമായി ചേർന്നത് ഷാഹദ. എളമരം കരീം ഒരു ആരോപണം ഉന്നയിക്കുന്നു, അത് MK മുനീർ തള്ളുന്നു, ET മുഹമ്മദ് ബഷീർ വിമർശിക്കുന്നു, തങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ എളമരം കരീം വീണ്ടും രംഗത്ത് വരികയാണ്. MK മുനീർ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അച്ചടക്കമുള്ള നേതാവല്ലേ എന്നാണ് തിരികെ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് സജീവമായിട്ട് ചർച്ച ചെയ്യുകയും അത് സജീവമായി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇടത് ക്യാമ്പ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എളമരം കരീം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച അതേ ആരോപണം ആവർത്തിക്കുന്നത്, ഒപ്പം തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. എളമരം കരീം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് MK മുനീറിന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്നത് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് എളമരം കരീം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ അതിന് MK മുനീർ കഴിഞ്ഞ ദിവസം തന്നെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ വീണ്ടും സമാനമായിട്ടുള്ള ആരോപണം എളമരം കരീം ഉന്നയിക്കുകയാണ്. അതായത് MK മുനീറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് പാർട്ടിയുടെ നല്ല ഒരു പ്രവർത്തകനായതുകൊണ്ട് മാത്രം നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്, അല്ലെങ്കിൽ പാർട്ടിയെ അനുസരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മാത്രം പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ടിനെതിരെയാണ് MK മുനീർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് അതിൽ കടുത്ത വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ് MK മുനീറിനെ സ്ഥാനാർത്ഥിയാക്കാത്തത് എന്ന ആരോപണമാണ് എളമരം കരീം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവമായിട്ട് ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് വരെ ഈ വിഷയം സജീവമായിട്ട് ചർച്ച ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഇടത് ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തുടർച്ചയായി ഈ വിഷയം ആവർത്തിക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്.